ബഹിഷ്കരണാഹ്വാനത്തിനിടെ UDF-നെ വെട്ടിലാക്കി നവകേരള സദസ്സിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ വീണ്ടും പങ്കെടുത്തു. തിരുവനന്തപുരം DCC അംഗം MS ബിനുവും മുസ്ലിം ലീഗ് നേതാവ് R നൌഷാദുമാണ് ആറ്റിങ്ങലിൽ നടന്ന പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. നവകേരള സദസ്സുമായി സഹകരിക്കേണ്ട എന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല എന്നാണ് ഇരുവരുടെയും നിലപാട്. നമ്മുടെ ജനങ്ങളുടെ ആവശ്യം വന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന വേദി ഇങ്ങനൊരു വേദിയാണ്. അതുകൊണ്ട് ഞാൻ അത് പങ്കെടുക്കുന്നു. അല്ല, നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. നമ്മൾ ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ജനപ്രതിനിധിയായത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന വേദി ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്റേതായ പ്രശ്നങ്ങൾ പറയാനും എനിക്കുണ്ട്, പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല. അത്തരം നൂറുകണക്കിന് UDF പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ, അപേക്ഷ കൊടുക്കാൻ കഴിയാതെ, വേദി കിട്ടാതെ ഇരിക്കുകയാണ്. ഇത്തരം പങ്കെടുക്കൽ നേതാക്കൾക്കുള്ള ഒരു തോന്നൽ വരുമല്ലോ. അവർക്ക് തോന്നാൻ വേണ്ടിയിട്ടല്ല, അവരെ പാഠം പഠിപ്പിക്കാനോ അവർക്ക് തോന്നാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയാൻ വന്നതാണ്. അതിന് നമ്മൾ തന്നെ വേണം. ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ സദസ്സ്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെ KSUവിന്റെ DGP ഓഫീസ് മാർച്ചും ഇന്ന് നടക്കും. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് സേനയ്ക്ക് 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് FIR.